ചെലവില്ലാതെ കറണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? இங்க ஏதாவது சாதனம் கேடானா நீங்க இருக்கீங்கல்ல. റെഡിയാക്കി തരാതെ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകും പുത്തിയപ്പ പോലെ എൻ്റെ പൊന്നോ വീണ്ടും ഒരു ദുരന്തം തന്നെയാട്ടോ സംഭവിക്കുന്നത്. അതായത് നമ്മുടെ പാറമട വീട്ടിൽ ഇടയ്ക്ക് എന്തോ കറണ്ടിന്റെ പ്രശ്നമൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ സിദ്ധുവിന്റെ അച്ഛൻ പറയുന്നുണ്ട്, ഇവിടത്തെ കറണ്ട് ഒന്നും ശരിയല്ല, പോസ്റ്റിൽ എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഇവിടത്തെ സാധനങ്ങൾ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ എന്നും പറഞ്ഞ് അടുക്കളയിലോട്ട് ആദ്യം പോകുന്നുണ്ടേ. എന്നിട്ട് എന്തൊക്കെയോ ചക്ക വീണതുപോലെ ശരിയാകുന്നുണ്ട് നോക്കിയിട്ട്. അപ്പൊ തന്നെ നമ്മുടെ ഭവാനി അമ്മൂമ്മ പറയുന്നുണ്ട്, ഇങ്ങനെ കറണ്ടിനെ പറ്റി അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ വേണം, കണ്ടില്ലേ പണി അറിയാവുന്നവർ വന്നപ്പോ സാധനം ശരിയായത് കണ്ടില്ലേ എന്നൊക്കെ നമ്മുടെ ഭവാനി അമ്മ പറയുന്നുണ്ടേ. അപ്പൊ നമ്മുടെ കനകവും പറയുന്നുണ്ട്, അപ്പൊ ഇവിടെ എന്തെങ്കിലും ചീത്തായി പോയാല് ഇനി സിദ്ധുവിന്റെ അച്ഛൻ നോക്കിക്കോളല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ കനകവും നമ്മുടെ സിദ്ധുവിന്റെ അച്ഛനെ പൊക്കിയടിക്കുന്നുണ്ടേ. അപ്പൊ ഇതൊക്കെ കേൾക്കും നമ്മുടെ സിദ്ധുവിന്റെ അമ്മ പറയുന്നുണ്ട്, ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇങ്ങനെ ആ മനുഷ്യനെ സപ്പോർട്ട് ചെയ്യല്ലേ എന്ന് പറയുക കേട്ടോ. അപ്പൊ നമ്മുടെ സിദ്ധുവിന്റെ അമ്മയ്ക്ക് എന്തോ അറിയാം അല്ലെ, നമ്മുടെ ലച്ചുവിനും അറിയാൻ തോന്നുന്നു കേട്ടോ. ലാസ്റ്റ് നമ്മുടെ സിദ്ധുവിന്റെ അച്ഛൻ അവിടെ ഇരിക്കുന്ന ഒരു അയൺ ബോക്സ് ശരിയാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലച്ചു പറയുന്നുണ്ട്, അച്ഛാ അത് വേണോ, നമുക്ക് പുറത്തു കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അച്ഛൻ, ഞാൻ ഇവിടെ ഉള്ളപ്പോ എന്തിനാ പുറത്തു കൊടുക്കുന്നേ എന്നും പറഞ്ഞ് നമ്മുടെ അയൺ ബോക്സ് കയറി പിടിക്കുന്നതും കാണാം. നമ്മുടെ അച്ഛനെ ഷോക്ക് ഏൽക്കുന്നു, അച്ഛനെ നമ്മുടെ കേശു പിടിക്കുന്നു, കേശുവിന് ഷോക്ക് ഏൽക്കുന്നു, കേശുവിനെ രക്ഷിക്കാൻ നമ്മുടെ ലച്ചു പിടിക്കുന്നു, ലച്ചുവിന് ഷോക്ക് ഏൽക്കുന്നു. അങ്ങനെ മൊത്തത്തിലൊരു ദുരന്ത കഥയാണ് കൂട്ടുകാരെ ഇന്ന് വരാൻ പോകുന്നത്. നമ്മുടെ സിദ്ധു ഇല്ലാത്തതിന്റെ എല്ലാ കുഴപ്പവും നമ്മുടെ ഉപ്പും മുളകും പാറമുട വീട്ടിലുണ്ടല്ലേ. കാത്തിരിക്കാട്ടോ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.